കവിയും അധ്യാപകനുമായ കാവ്യശിഖയുടെ പ്രധാന നേതൃത്വ സ്ഥാനത്തിരിക്കുന്ന അംഗങ്ങളിൽ ഒരാളായ ഡോക്ടർ ബിജു ബാലകൃഷ്ണനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. നിറഞ്ഞ സദസ്സിന് മുന്നിൽ ജിനം മാഷിൻ്റെ കവിത ചൊല്ലി ജയരാജേട്ടൻ ഉദ്ഘാടനം ചെയ്ത ഈ പരിപാടിയിൽ ഇന്ദുലേഖയുടെ കാവ്യാവതരണവും കൂടെ കഴിഞ്ഞപ്പോൾ ഇത് ജയരാജൻ പറഞ്ഞ പോലെ അംഗബലം കുറവെന്ന് അല്ല, നല്ല ബലമുള്ള കവിതകൾ കേൾക്കാനുള്ള അംഗങ്ങൾ ഇരിക്കുന്നുവെന്ന് ഞാനും തിരിച്ചറിയുന്നുണ്ട്. ഞാൻ രാവിലെ 4 മണിക്ക് നെയ്യാറ്റിൻകരയിൽ നിന്ന് പുറപ്പെട്ടതാണ്. ഇവിടെ വന്നപ്പോൾ എന്നെ സന്തോഷിപ്പിച്ചത് ജയരാജേട്ടൻ്റെ സാന്നിധ്യവും കൂടിയാണ്. കാരണം കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളൊരു സിനിമയിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. സെല്ലുലോയിഡ് എന്നാണ് ആ സിനിമയുടെ പേര്. എൻ്റെ നാടിൻ്റെ ഭാഷ ഇവർക്കൊക്കെ നന്നായിട്ട് അറിയാം, എങ്കിലും ചിലർക്ക് പറഞ്ഞു കൊടുക്കാനൊരു നിയോഗം എനിക്കുണ്ടായി. അപ്പോൾ എന്തുകൊണ്ടും ജയരാജേട്ടൻ്റെ വർത്തമാനം പറച്ചിലും കാവ്യ അവതരണവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു അംഗവിക്ഷേപമൊക്കെ തന്നെ കവിതയായി പലപ്പോഴും നമുക്ക് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ഇവിടെ ജിനം മാഷിൻ്റെ കവിതകളെ നമ്മൾ ബാലസാഹിത്യം എന്ന് പറഞ്ഞു പോകുമ്പോൾ ഈ ബാലസാഹിത്യം കൊച്ചുകുട്ടികൾക്ക് വായിക്കാനുള്ള സാഹിത്യമാണെന്ന് മുതിർന്നവർ തെറ്റിദ്ധരിച്ചു പോയ ഒരു കാലത്താണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. കാരണം ഈ ബാലസാഹിത്യം എന്നതിലൂടെ ജിനം മാഷ് പറഞ്ഞു പോകുന്ന വലിയ കാര്യങ്ങളെ, ശാസ്ത്ര ചിന്തകളെ ഒക്കെ തന്നെ മുതിർന്നവർക്കും കൂടി തിരിച്ചറിയാൻ പാകത്തിന് അദ്ദേഹം തൻ്റെ കവിതകളിൽ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട് എന്നത് ഒരു വലിയ കവി ധർമ്മമായി തന്നെ ഞാനും തിരിച്ചറിയുന്നുണ്ട്. ശബ്ദാർത്ഥവും സഹിതവും കാവ്യമെങ്കിൽ ശാസ്ത്രാർത്ഥവും സഹിതവും കാവ്യം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ പെട്ടെന്ന് വായിച്ചു പോയത് നമ്മുടെ ഡേവിസേട്ടൻ്റെ ഒരു കുറിപ്പായിരുന്നു. അദ്ദേഹം FBയിൽ എഴുതിയിട്ടുണ്ട് ജിനം മാഷിൻ്റെ ഓരോ സമാഹാരത്തെക്കുറിച്ചും. നമ്മൾ വിസ്മയിച്ചു പോകുന്ന കവിതകളെക്കുറിച്ച് വിസ്മയിപ്പിക്കുന്ന രീതിയിലുള്ള എഴുത്തെഴുതിയിട്ടും 28 പേരെ ലൈക്ക് ചെയ്തിട്ടുള്ളൂ എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞപ്പോൾ ആളുകൾ പോയി എന്താണ് ലൈക്ക് ചെയ്യുന്നതെന്നതും പുതിയ കാലത്ത് നമ്മൾ അറിയേണ്ടുന്ന ഒന്നാണ്. എന്തായാലും ജിനം മാഷിൻ്റെ കവിതകളുടെ അവതരണവും അദ്ദേഹത്തിൻ്റെ പുസ്തകത്തെക്കുറിച്ചുള്ള ചർച്ചയും ഒക്കെ നടക്കുന്ന ഈ വേദിയിൽ എനിക്കും നിൽക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു കവിത ഞാനിവിടെ വായിക്കുന്നു. പിണങ്ങിപ്പോയ മഴ. മഴയെങ്ങു പോയെന്നറിഞ്ഞില്ല, മഴ എങ്ങു പോയെന്നറിഞ്ഞില്ല, ഇന്നലെ പുഴയായി മുറ്റത്തു വന്നിരുന്നു. മഴ എങ്ങു പോയെന്നറിഞ്ഞില്ല, ഇന്നലെ പുഴയായി മുറ്റത്തു വന്നിരുന്നു. പുരമേലെ നിന്നും കുതറി കലമ്പലായി കടലായി പടിഞ്ഞാട്ടു പോയിരുന്നു. പുരമേലെ നിന്നും കുതറി കലമ്പലായി കടലായി പടിഞ്ഞാട്ടു പോയിരുന്നു. മഴയെങ്ങു പോയെന്നറിഞ്ഞില്ല, ഇന്നലെ പുഴയായി മുറ്റത്തു വന്നിരുന്നു. മണലിൽ കിടന്നു കുടഞ്ഞും ഇടയ്ക്കിടെ മണികെട്ടി തുള്ളിക്കളിച്ചിരുന്നു. ഇലകളിൽ പൂക്കൾ തന്നിമകളിൽ തുള്ളിയായി ഇളവയിൽ കൊണ്ടുകിടന്നിരുന്നു. ഇലകളിൽ പൂക്കൾ തന്നിമകളിൽ തുള്ളിയായി ഇളവയിൽ കൊണ്ടുകിടന്നിരുന്നു. മഴയെങ്ങു പോയി, മഴയെങ്ങു പോയെന്നറിഞ്ഞില്ല, ഇന്നലെ പുഴയായി മുറ്റത്തു വന്നിരുന്നു. മഴയെങ്ങോ പോയെന്നറിഞ്ഞില്ല, താഴെയാ തൊടിയിൽ കുറുമ്പിയായി ചെന്നിരുന്നു. മഴയെങ്ങു പോയെന്നറിഞ്ഞില്ല, താഴെയാ തൊടിയിൽ കുറുമ്പിയായി ചെന്നിരുന്നു.
അവിടെ സകലവും തല്ലിക്കൊഴിച്ചിട്ട് എവിടെയോ പമ്മി ഒളിച്ചിരുന്നു. അവിടെ സകലവും തല്ലിക്കൊഴിച്ചിട്ട് എവിടെയോ പമ്മി ഒളിച്ചിരുന്നു. എന്തു വികൃതിയാണീ മഴയ്ക്കെന്നു ഞാൻ നൊന്തു മനസ്സിൽ കയർത്തതാകാം. എന്തു വികൃതിയാണീ മഴയ്ക്ക് എന്നു ഞാൻ നൊന്ത് മനസ്സിൽ കയർത്തതാകാം. എങ്ങോ കടന്നു കളഞ്ഞു മഴമകൾ, എങ്ങോ കടന്നു കളഞ്ഞു മഴമകൾ. കുന്നിലും കുഴിയിലും ഞാൻ തിരഞ്ഞു, എങ്ങോ കടന്നു കളഞ്ഞു മഴമകൾ. കുന്നിലും കുഴിയിലും ഞാൻ തിരഞ്ഞു. ഇന്നു ഞാൻ ഒറ്റയ്ക്കിരിക്കെ എൻ കാൽവിരൽ തുമ്പിലേക്കിറ്റു വീഴുന്നതാരെ. ഇന്നു ഞാൻ ഒറ്റയ്ക്കിരിക്കെ എൻ കാൽവിരൽ തുമ്പിലേക്കിറ്റു വീഴുന്നതാരെ. ചുണ്ടു പിണങ്ങിക്കിടന്ന കുഞ്ഞോമന മിണ്ടിത്തുടങ്ങിയാലെന്ന പോലെ, ചുണ്ടു പിണങ്ങിക്കിടന്ന കുഞ്ഞോമന മിണ്ടിത്തുടങ്ങിയാലെന്ന പോലെ. ഇന്ന് ഞാൻ ഒറ്റയ്ക്കിരിക്കെ എൻ കാൽവിരൽ തുമ്പിലേക്ക് ഇറ്റു വീഴുന്നതാരേ. വീണ്ടും ചിരിച്ചു ചാറുന്നു തരിമഴ, ബാല്യപ്പിണക്കം കഴിഞ്ഞതാകാം. ഓർമ്മകളിപ്പോൾ മഴപ്പാറ്റ പോലെന്നെ പൊന്നിൻ ചിറകാൽ പൊതിഞ്ഞിടുന്നു. വീണ്ടും ചിരിച്ചു ചാറുന്നു തരിമഴ, ബാല്യപ്പിണക്കം കഴിഞ്ഞതാകാം. ഓർമ്മകൾ ഇപ്പോൾ മഴപ്പാറ്റ പോലെന്നെ പൊന്നിൻ ചിറകാൽ പൊതിഞ്ഞിടുന്നു. ഓർമ്മകൾ ഇപ്പോൾ മഴപ്പാറ്റ പോൽ എന്നെ പൊന്നിൻ ചിറകാൽ പൊതിഞ്ഞിടുന്നു. മഴപ്പാറ്റകൾ പോലെ ഓർമ്മകളെ പൊന്നിൻ ചില കൊണ്ട് നമ്മയൊക്കെ പൊതിച്ച് ഒന്ന് നന്നായിട്ട് ആനന്ദിപ്പിക്കാൻ കഴിയുന്ന ഒരു വശ്യ അനുഭവം നമുക്ക് സമ്മാനിക്കുന്ന എഴുത്താണ് ഇതിലെ ഓരോ കവിതയും എന്ന തിരിച്ചറിവോടെ ഇങ്ങനെയൊക്കെ വീണ്ടും വീണ്ടും ഞങ്ങൾക്കും ഇടം തരുന്നതിന് ലാവണ്യമാഷിനും സംഘാടകർക്കും എല്ലാം ഹൃദയപൂർവ്വം നന്ദി അറിയിച്ച് ഞാൻ നിർത്തുന്നു. ജനൻ മാഷിൻ്റെ തൂലിക ഇനിയും ഇതുപോലെ നമ്മുടെ ഓർമ്മകളുടെ ചിണക്കങ്ങളും പിണക്കങ്ങളും ചന്തവും എല്ലാം ചേർത്ത് നമ്മെ ഇങ്ങനെ ആനന്ദിപ്പിച്ചുകൊണ്ടേയിരിക്കും. അത് എല്ലാ കാലത്തും നമ്മെ ആനന്ദിപ്പിക്കും എന്ന തിരിച്ചറിവോടെ ആശംസകൾ. നന്ദി, നമസ്കാരം.